മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയൊക്കെ പിസ്റ്റൺ പണി വരാനുള്ള കാരണം ഹൈറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഫ്രണ്ട് ഫോർക്ക് നമ്മളൊക്കെ കട്ടിട്ട് പൊക്കൂലേ. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ സ്പ്ലെൻഡറിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. കഴിഞ്ഞ ട്രിപ്പിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിലൊരു റീലൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചൊരു സംഭവമാണ് എന്ത് ബ്രോ വണ്ടിയിലൊരു എന്താ പറയുക എൻജിൻ പണി മണക്കുന്നുണ്ട്, ഒരു എൻജിൻ പണി വരാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ വണ്ടിയിൽ എൻജിൻ പണി വരുന്നത്? എൻ്റെ വണ്ടി ഞാൻ എടുത്തിട്ട് ഞാൻ മാത്രമായിട്ട് ഏകദേശം 40,000 സംതിങ് കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 43,000 ഒക്കെ ആയിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അത്രത്തോളം കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് വണ്ടി എടുത്ത ശേഷം. അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ ഓൾമോസ്റ്റ് 2 വർഷത്തിന് മുകളിലായി കാണും ഞാൻ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ 44,000 കിലോമീറ്റർ ഓൾമോസ്റ്റ് ഓടിയിട്ട് അതിനിടയിൽ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ വരുന്ന മൂന്നാമത്തെ പിസ്റ്റൺ പണിയാണ്. അപ്പോൾ പിസ്റ്റൺ പണി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള റീസൺ എന്താണ്? അതുപോലെ എൻ്റെ വണ്ടിക്ക് മാത്രമല്ല, നമ്മളെ റമീസിൻ്റെ വണ്ടിക്ക് ഇതുപോലെ പിസ്റ്റൺ പണി വന്നെടുക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ കൂടെ വന്നില്ലേ സാബിത്ത്, കൊടൈക്കനാൽക്ക് വന്ന പുത്തനത്താണില്ലേ, അപ്പോൾ അവൻ്റെ വണ്ടിയിൽ നിന്നും എന്താ പറയുക പിസ്റ്റൺ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിക്കും ഇങ്ങനെ പിസ്റ്റൺ പണി വരാനുള്ള റീസൺ, ഇതുപോലെ വർക്ക് എടുത്തിട്ടുള്ള സ്പ്ലെൻഡറൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് പിസ്റ്റൺ പണി കാണാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ചിന്തിച്ച് തുടങ്ങിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ചിലപ്പോൾ ചിന്തിച്ച് തല പുണ്ണാവും. കാരണം എന്താ വെച്ചാൽ ഒരു സ്പോട്ടിൽ പോകുമ്പോൾ ഒരു പറയുന്ന അഭിപ്രായം ആവില്ല മറ്റൊരു സ്പോട്ടിൽ പോകുമ്പോൾ പറയാം. ഞാൻ പറയുന്നത് വർക്ക്ഷോപ്പാണ്. പലർക്കും പല കാഴ്ചപ്പാടാണ്, പലർക്കും പല അഭിപ്രായമാണ്. എൻ്റെ ഫ്രണ്ട് ഏകദേശം ഒരു 5-6 വർഷത്തിന് മുകളിലായി കാണും വർക്ക്ഷോപ്പ് ഫീൽഡിൽ. ഇപ്പോൾ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഓൻ്റെ ഒരു എന്താ പറയുക, ഞാനും ഈ ഒരു സംഭവം എനിക്ക് ആദ്യം എവിടേക്കോ കേട്ടിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയൊക്കെ പിസ്റ്റൺ പണി വരാനുള്ള കാരണം ഹൈറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫോർക്ക് നമ്മളൊക്കെ കട്ടിട്ട് പൊക്കൂലേ, 2 ഇഞ്ചും 3 ഇഞ്ചും 4 ഇഞ്ചൊക്കെ. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പാടുണ്ടോ? ചിലർക്കൊക്കെ ഇത് നോർമലി അറിയുന്ന കാര്യമായിരിക്കും, ആരെങ്കിലുമൊക്കെ പറഞ്ഞാണ്ടോ അങ്ങനെയൊക്കെ കേട്ടാണ്ടോ. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, നമ്മളെ വണ്ടിക്ക് ഈ സ്പ്ലെൻഡർ, പ്രത്യേകിച്ച് സ്പ്ലെൻഡർ RX Z ഈ വണ്ടിക്കൊന്നും ഹൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ എഞ്ചിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷേപ്പാണ്. അതായത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ ഷാസിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ വണ്ടി കിടന്നുറങ്ങുന്ന ഷേപ്പിലാണ്. അതായത് ഹൊറിസോണ്ടൽ ടൈപ്പ് എന്ന് അതിന് പറയാം. വണ്ടിയുടെ എഞ്ചിൻ ടൈപ്പ് 3 ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. അതായത് ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഒരു ഷേപ്പൊക്കെ വരുന്നത്. അതായത് നമ്മളെ വണ്ടീൻ്റെ ഷേപ്പ് എഞ്ചിൻ ഇതേ ഇങ്ങനെ ഈ ഒരു ഷേപ്പ്. അതായത് ക്ലച്ചും ഗിയർ ബോക്സൊക്കെ ഇവിടെയാണെങ്കിൽ പിസ്റ്റണും ഇതൊക്കെ കറക്റ്റ് ഇങ്ങനെ മുന്നിൽ തന്നെ പോകണം. പക്ഷേ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ ബുള്ളറ്റിൻ്റെ കണ്ടില്ലേ നേരെ മേലേക്ക് പോകണേ. ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഒരു ഷേപ്പിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. നമ്മൾ RX അതുപോലെ KTM ബൈക്കുകൾ ഒക്കെ അങ്ങനെ വരുന്നത്. അതായത് നൈസായിട്ട് ഏകദേശം വെർട്ടിക്കൽ പോലെ തന്നെ തോന്നുന്നത്, നൈസായിട്ടൊരു ചെറിയ ചെരിവുണ്ടാവും. അതാണ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞത്. ഈ ഒരു 3 രീതിക്കാണ് എഞ്ചിൻ്റെ ഒരു എന്താ പറയുക ഒരു രീതി വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെ വണ്ടി എന്താണ് ഹൊറിസോണ്ടലാണ് കിടക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് പിസ്റ്റണ് ആ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഓയിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ലച്ച് കവർ ഉണ്ടല്ലോ, ക്ലച്ച് കവറിൻ്റെ ഏകദേശം ഹാഫ് ഭാഗത്തൊക്കെ ആയിട്ടാണ് എന്ത് വരുന്നത് ഈ ഒരു ഓയിൽ പമ്പർ. അതായത് ഒരു ചെറിയ മോട്ടർ വരുന്നത് ഓയിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടർ. അപ്പോൾ ആ ഒരു മോട്ടർ നമ്മൾ ഫുൾ ഓയിൽ ഒഴിക്കൂലേ. ഏകദേശം സ്പ്ലെൻഡറിനൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് 900 ml ആണ്. 900 ml ഞാനൊക്കെ 1 ലിറ്ററിൻ്റെ മേലെ ഒഴിക്കലുണ്ട് ചില സമയത്ത്. 1 ലിറ്റർ എങ്കിലും നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 900 ഓയിൽ ഒഴിച്ച്, കമ്പനി പറയുന്ന 900 ഓയിലോ അല്ലെങ്കിൽ 1 ലിറ്റർ ഓയിലോ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ ആ ഒരു ക്ലച്ച് കവറിൻ്റെ ഏകദേശം ഹാഫ് ഭാഗത്തായിട്ടാണ് മോട്ടർ ഏകദേശം മുങ്ങൂല. ഈ മോട്ടർ ജസ്റ്റ് മുങ്ങി കിടക്കും, ഫുള്ള് മുങ്ങൂല, ജസ്റ്റ് മുങ്ങി കിടക്കുന്ന രീതിക്കാണ് നമ്മൾ ഓയിലിൻ്റെ ലെവൽ ഉണ്ടാവുക. ആ ഒരു മോട്ടർ ത്രൂ ആണ് നമ്മളെ എൻജിൻ്റെ പല ഭാഗങ്ങൾക്കും, അതായത് ഓയിലെത്തേണ്ട ആ ഭാഗത്തോട്ടൊക്കെ ഓയിൽ പമ്പ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ പമ്പ് ചെയ്ത് വിടുന്നത് നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ട് ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രണ്ട് ഫോർക്ക് ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഇങ്ങനെ പൊന്തൂലേ. അപ്പോൾ ഇങ്ങനെ പൊന്തുമ്പോൾ ഈ ഒരു മോട്ടർ നമ്മളെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഹൊറിസോണ്ടലാണെന്ന്, ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടി ഫ്രണ്ട് ഒന്നുകൂടി പൊങ്ങുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തുതരാം അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ വണ്ടീൻ്റെ എഞ്ചിൻ ഇങ്ങനെ മുന്നിങ്ങനെ പൊന്തി കിടക്കുമ്പോൾ എന്ത് ചെയ്യും, മോട്ടറിൽ ഓയിൽ മുങ്ങാതെ ഇങ്ങനെ അതിന് താഴായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മൾ ഹൈറ്റ് ചെയ്ത ശേഷം ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ചുര കയറൂലേ. അപ്പോൾ ചുര കയറുമ്പോൾ ഒന്നും കൂടെ വണ്ടി എന്താവുകയാണ് മുന്നു പൊന്താണ്. അപ്പോൾ അത്രയും പൊങ്ങുന്ന സമയത്ത് ഹൈറ്റ് കൂടെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോട്ടർക്ക് തീരെ എന്ത് ചെയ്യില്ല, ഓയിൽ കിട്ടാതെ വരും. അപ്പം അങ്ങനെ ഓയിൽ കിട്ടാതെ റൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് വണ്ടീൻ്റെ പിസ്റ്റണൊക്കെ എന്ത് ചെയ്യും, തേയ്മാനം സംഭവിക്കും, ചെറിയ രീതിക്കുള്ള തേയ്മാനം സംഭവിക്കും. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ നോർമലായിട്ട് അതായത് വണ്ടി ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ആ ഒരു ഓയിൽ ആ പിസ്റ്റണിന് തേയ്മാനം സംഭവിച്ച സ്പോട്ടിലൂടെ എന്താവും, ഓയിൽ ലീക്കാവും. അങ്ങനെയാണ് ഈ ഒരു ഓയിൽ കത്തുന്നത്. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് കൊണ്ടും 2 ട്രിപ്പ് കൊണ്ടൊന്നും ചിലപ്പോൾ സംഭവിച്ചോളന്നില്ല. പക്ഷേ ഒരുപാട് ഇപ്പോൾ വയനാട് ചുരക്ക് ഏകദേശം 10 കിലോമീറ്ററിന് അടുത്തില്ലേ,
എന്തായാലും 10 കിലോമീറ്റർ ആ റേഞ്ച് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ബലമായ ഡൗട്ട്. ഇപ്പോൾ അട്ടപ്പാടി ചുരമല്ല, ഇപ്പോൾ നെല്ലിയാമ്പതി ചുരം ഏകദേശം 20-25 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട്. ഇപ്പോൾ അതുപോലെ മൂന്നാർ പോകുമ്പോഴുള്ള ചുരം ഏകദേശം 30 കിലോമീറ്റർ ആ റേഞ്ച് ലോങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ട് പൊന്നിക്കൊണ്ട് ഇങ്ങനെ പോകല്ലേ, ആ ഒരു അതിന് പുറമെ നമ്മൾ ഹൈറ്റ് കൂടെ ചെയ്യുമ്പോൾ എന്താവും, തീരും ഓയിൽ കിട്ടാതാവും, ഓയിൽ പമ്പിങ് പ്രോപ്പറായി നടക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിസ്റ്റൻ്റെ തേയ്മാനം വരും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പോട്ടിലൂടെ വരുമ്പോൾ ആ തേയ്മാനം വന്നു കഴിഞ്ഞാൽ അതിലൂടെ ഓയിൽ ഇറങ്ങും, ഓയിൽ കത്തും. ഈ ഒരു രീതിക്കാണ് എന്തുണ്ടാവുന്നത്, നമ്മളെ ഹൈറ്റ് ചെയ്ത വണ്ടികൾക്ക് കോമൺ ആയിട്ട് പിസ്റ്റൺ പണി അടുപ്പിച്ച് പെട്ടെന്ന് വരാനുള്ള റീസൺ ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് തന്നെ ആയാലും പലരുടെയും എക്സ്പീരിയൻസ് ആണിത്, പെട്ടെന്ന് പിസ്റ്റൺ പിടിക്കുന്ന സംഭവം വരുന്നത്. അപ്പോൾ എനിക്കും മുന്നുണ്ടായിനി, ഇപ്പോഴും ഇതേ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം പലർക്കും അറിയില്ല, പലർക്കും അറിയും, എന്നാലും പലരും എന്ത് ചെയ്യില്ല, അത് മെയിൻ്റെ തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വലുതായി എന്ത് ചെയ്യും, അവസാനം പണിയിലേ അത് നിൽക്കുള്ളൂ. ഈ ഒരു പുക വന്ന് ചെറുതായിട്ട് പുക വരുമ്പോഴത്തേനും പിസ്റ്റൺ പണി എടുക്കണം നിർബന്ധമില്ല. അതുപോലെ ഇത് വന്ന് തുടങ്ങുമ്പോൾ തന്നെ എടുക്കണം നിർബന്ധമില്ല. അത്യാവശ്യം ഓയിൽ നല്ല രീതിക്ക് കുറയുണ്ടെങ്കിൽ ഓയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താണ്ട് ഓയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ഭയങ്കര പണിയൊന്നും നമുക്ക് വരില്ല. ആ ഒരു പിസ്റ്റൺ പണി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളമൊക്കെ എന്ത് ചെയ്യും, വണ്ടി ഓടും. ചെറുതായിട്ട് തന്നെ ഓയിൽ കുറഞ്ഞ എന്താണ്ട് പിസ്റ്റൺ പണിയാണോ എന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പ് കയറ്റേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഒരു കൊല്ലമൊക്കെ എന്തായാലും കിട്ടും. നല്ലപോലെ ഓയിൽ ചെക്ക് ചെയ്ത് ഓയിൽ പ്രോപ്പറായിട്ട് നോക്കി ഓടുകയാണെങ്കിൽ ഒരുപാട് ലാസ്റ്റിങ് കിട്ടും. എന്തായാലും വർക്ക് ചെയ്യുമ്പം എന്തായാലും ഒരു 8-10 റുപ്യേൻ്റെ 8 റുപ്യൊക്കെ എന്തായാലും ആവും ആ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ, അത് വൃത്തിക്ക് ചെയ്ത് തീർക്കാൻ. സിലിണ്ടറൊക്കെ പുതിയത് മാറ്റിയിട്ടുള്ള ആ ഒരു രീതിക്കുള്ള വർക്കിന് അത്യാവശ്യം റേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അത്യാവശ്യം ഓടിയിട്ട് എന്ത് ചെയ്താൽ മതി. ഓടുന്ന സമയത്ത് മസ്റ്റായിട്ടും ഓയിൽ ചെക്ക് ചെയ്ത് തന്നെ ഓടാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഒരു സംഭവം. അപ്പോൾ ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഇൻഫർമേഷൻ എന്നുള്ള രീതിക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ട്രീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പണികളൊന്നും ചെന്ന് പെടാതെ വണ്ടിയെ പക്കായിട്ട് നോക്കണം എന്നുള്ളവർക്ക് വണ്ടി പക്ക സ്റ്റോക്കാക്കണം നല്ലത്. കാരണം എന്താ വെച്ചാൽ വണ്ടി ഈ കമ്പനി പടച്ചിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പൊടി എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ വണ്ടിക്ക് അത് നെഗറ്റീവാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറയുമ്പം അത് ഓരോരുത്തരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഓരോരുത്തർ ഓരോ ടൈപ്പിലോട്ട് മാറ്റുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഏത് ഹൈ റേഞ്ചിലും എങ്ങനെ പോയാലും വണ്ടി 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ഓടും കിലോമീറ്റർ ഈ പിസ്റ്റൺ പണി വരാതെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി പക്ക സ്റ്റോക്കിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് കൊണ്ടുനടക്കുക. അതാവും ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ളത്. പിന്നെ സെക്കൻഡായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല, അതായത് എനിക്ക് ഇത് നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റേതായിട്ടുള്ള രീതിക്ക് കണ്ടുപിടിച്ച് എൻ്റെ ഫ്രണ്ട് അനീസും പറഞ്ഞു തന്നൊരു സംഭവമാണ്. ഇപ്പം നമ്മളെന്തായാലും ഹൈറ്റ് ചെയ്ത് നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കാത്തവരാണ്, പറഞ്ഞാലും മെയിൻ ചെയ്യാത്തവരാണ്. കാരണം നമുക്ക് വണ്ടിക്ക് ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഹൈറ്റ് ചെയ്യണം. അപ്പോൾ ഹൈറ്റ് ചെയ്ത് കൊണ്ടുനടക്കുന്നവർക്ക് എന്നുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അതുപോലെ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഓയിൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 200 ml ഒക്കെ കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 ലിറ്റർ ആണെങ്കിൽ 1200 ml ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കൂടി എന്ന് വെച്ചിട്ട് എന്തെയില്ല, വണ്ടിക്ക് പണിയൊന്നും വരില്ല. നമ്മൾ ഒഴിച്ച ഓയിൽ അഥവാ എയറാണ്, അധികമാണ് എൻജിനിൽ, നമ്മൾ ഒഴിച്ച ഓയിൽ ആവശ്യത്തിൽ അധികം ഉണ്ടെങ്കിൽ എൻജിൻ അത് എന്ത് ചെയ്യും, നമ്മുടെ എയർ ഫിൽറ്റർ വഴി എന്ത് ചെയ്യും, പുറന്തള്ളും. അപ്പോൾ അതുകൊണ്ട് എൻജിൻ എന്തില്ല, ഒരു പ്രശ്നമല്ല. നമ്മൾ ഒരു 100 ml 200 ml ഓയിൽ കൂടുതൽ ഒഴിച്ചെന്ന് കരുതിയിട്ട് അതുകൊണ്ട് എൻജിൻ എന്തില്ല, നെഗറ്റീവ് ഇല്ല. അതുകൊണ്ട് അതുകൊണ്ട് എന്തെന്നെ ഉള്ളൂ, പോസിറ്റീവ് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റൊരു മെത്തേഡാണ് ഞാൻ അതിൽ കാണുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഓയിൽ ചെക്ക് ചെയ്യുക. ട്രിപ്പൊക്കെ പോകുന്ന സമയത്തൊക്കെ എപ്പോഴും ആ ഒരളവ്, നമ്മൾ ആദ്യം ഒഴിച്ച ഒരളവുണ്ടല്ലോ, ആ ഒരളവ് എപ്പോഴും ഓയിലുണ്ടോ, അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വരികയാണെങ്കിൽ അത് പണി തന്നെയല്ല. അതെന്താ ചെയ്യാം, നമുക്ക് നമ്മളെ വണ്ടി ആ ഒരു ലുക്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് തന്നെ ചെയ്യാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ വേറെ വഴിയില്ല. നമുക്ക് ആ ഒരു ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പണി വരുമ്പോൾ പണിഞ്ഞു ഓടിക്കുക, അതന്നെ എല്ലാവരും ചെയ്യുള്ളൂ. ആരും ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കാക്കാനൊന്നും നിൽക്കില്ല ഈ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ സ്റ്റോക്കാക്കാതെ ഇതുപോലെ കൊണ്ടെടുക്കുന്നവർക്ക് ഞാൻ പറയുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഓയിൽ ഒരു 200 ml ഒക്കെ കൂടുതൽ ഒഴിച്ചാൽ മതി. ഓയിൽ കൂടി നിർത്തിയിട്ട് എൻജിന് യാതൊരു പ്രശ്നമില്ല. അഥവാ എൻജിനിൽ ആവശ്യത്തിലധികം ഓയിൽ ഉണ്ടെങ്കിൽ എൻജിനത് എയർ ഫിൽറ്റർ വഴി പുറന്തള്ളും, അത്രേ ഉള്ളൂ. വേറെ ഒരു രീതിക്കുള്ള കംപ്ലയിൻസും വരില്ല എൻജിനിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് നിർത്തിയിട്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതാണ് അതിനുള്ള സൊല്യൂഷന്. അപ്പോൾ എന്തായാലും ഏറ്റവും ബെറ്റർ സ്റ്റോക്ക് ആക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അറിയാത്തവർ അറിഞ്ഞോട്ടെ, ശ്രദ്ധിച്ചോട്ടെ എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ എന്നുള്ള രീതിക്ക് ചെയ്തതാണ്. ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അതിനൊപ്പം വേണ്ടിയിട്ട് പോകണി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.